ഹായ് ഹലോ പൂപ്പൻ്റെ പിള്ളേരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കണേ. അപ്പോൾ എനിക്കിത് ലൈവ് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല, ഭയങ്കര സൗണ്ടും വോയിസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ലൈവ് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. ഞാനതുകൊണ്ട് ഇത് കൊടുക്കുവാണേ, വോയിസ് ഓവർ കൊടുക്കുക. അപ്പം ഇത് കണ്ട, ഈ ഒരു ഇലിമ്പി കണ്ട, എന്തുമാത്രം ഇലിമ്പിക്കാതിരിക്കുന്നത്. ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരുമല്ലേ, അങ്ങനെ കൊതി മൂത്തിട്ട് പണിയിടയ്ക്കല്ല കേട്ടോ, പണി കഴിഞ്ഞിട്ട് ഞാനിത് മൊത്തം പോയി പറിച്ചെടുക്കാൻ പോകും. പറിച്ചെടുത്ത് വേറൊന്നുമല്ല, നമ്മളിത് നേരെ നാലായിട്ട് കയറി മറ്റേ വെയിലത്തിട്ട് ഉണക്കി അച്ചാറിടുന്ന പരിപാടിയില്ലേ, അച്ചാറിടാൻ പോവാം. അപ്പം അതിൻ്റെ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുക. ഇതണ്ട, വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടതാണ്. ഒരു ചാക്കട സാധനം ഉണ്ടായിരുന്നു കേട്ടോ, എന്തായാലും ഒരു 20 കിലോ അടുത്ത് ഉണ്ട്, അത്ര ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ഇതുണ്ട ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. നല്ല രസമില്ല കാണാൻ, കണ്ട ആഹാ എന്തല്ലേ. എന്നിട്ട് പിന്നെ ഞാനിത് തച്ചിനിരുന്ന് അതെല്ലാം അരിയാൻ തുടങ്ങുക. ഇത്ര എന്തായാലും ഞാൻ അരിച്ചാൽ തീരെയല്ല, അതെനിക്കറിയാം. എന്നാലും ഒരു കോൺഫിഡൻസിൻ്റെ പേരിൽ അങ്ങിരുന്ന് അരിയുക. ചേട്ടാ വീഡിയോ എടുക്കുന്നത് കണ്ട, ഇങ്ങനെ ഒരെണ്ണം എടുക്കുക, അതിൻ്റെ ഏതെല്ലാം കളഞ്ഞിട്ട് ഒന്ന് നടുവ് ഇങ്ങനെ കയറണം, പിന്നെ തിരിച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടെ കീറണം. മൊത്തം 4 പീസ്. അങ്ങനെ ഇത് മൊത്തം ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് പാവം എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ കൂടെ വന്ന് സഹായിക്കുന്നുണ്ട്. ഇപ്പം കാണാം, കണ്ട ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ തീരെയല്ലെന്ന് അമ്മച്ചിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ താളത്തിലിരുന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം വൈകുന്നേരം സമയമാണ്, അപ്പം വൈകുന്നേരം അല്ല, രാത്രിയായി. ആ ഒരു ടൈമിലാട്ടോ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വന്ന. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം ചിറ്റയുടെ ഹസ്ബൻഡ്, അതായത് അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ വന്നു. അപ്പോൾ ചിറ്റയും ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടുകൊണ്ട് ചിറ്റയിട്ട് കൂടെ കൂടി ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞു കൂട്ടുക. കണ്ടോ എന്തുമാത്രം സാധനം ഇരിക്കുന്നു, തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചിറ്റയുടെ മോനും, അതായത് കുഞ്ഞാവിടെ ഒരു കൂട്ടുകാരനും അപ്പൂ എന്ന് പറഞ്ഞ് അവനോട് വന്നു. അപ്പോൾ അവരോട് വന്നപ്പോൾ അവരോട് കൂടി. അപ്പോഴത്തേനും ബാക്കി 2 പേര് ചിറ്റയും അമ്മച്ചമ്മ എണീറ്റ് പോയി. പിന്നെ ഞങ്ങളിരുന്ന് അങ്ങനെ അരിഞ്ഞ് കണ്ടാ, ഒരു വലിയ ബേസൻ, 2 ചെറിയ ബേസൻ, ഒരു കുറ്റി, ഇത്ര സാധനമുണ്ട്. പിന്നെ ഞാൻ അവിടുത്തെ വേസ്റ്റ് എല്ലാം കൂടെ ഇങ്ങനെ കൈ കൊണ്ട് തൂത്ത് വാരി അതും കൊണ്ട് കളഞ്ഞു. ഇനി നമുക്കിത് കഴുകിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബക്കറ്റിനകത്ത് വെള്ളമൊക്കെ എടുത്തിട്ട് അതിനകത്തിട്ട് ഇതെല്ലാം ഇങ്ങനെ കുടഞ്ഞു കേട്ടോ. മൊത്തം കുടഞ്ഞെല്ലാമായിട്ട് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കണേ. രണ്ടാമത്തെ ഇത് കൊണ്ട് കുടഞ്ഞിട്ട് പിന്നെ വലിയ ബേസിനകത്ത് ഞാൻ കുടഞ്ഞിട്ട് അത്രയും ബക്കറ്റിനകത്ത് കൊള്ളുമായിരുന്നു, അതുകൊണ്ട് ഇവിടെ കുടഞ്ഞു. കുറേ വേസ്റ്റ് പോയിട്ടുണ്ട്. ഈ പഴുത്ത് നമ്മൾ ഈ ഒരുമിച്ച് പറിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പഴുത്തതൊക്കെയാണ്. പഴുത്തൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാനെന്നാണ് പറയുന്നത്, അമ്മയുടെ പറഞ്ഞത്. അപ്പം പഴുത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല, അതെല്ലാം വേസ്റ്റ് വിട്ട് ബാക്കി അല്ലാതെ ഉള്ളത് മൊത്തം നമ്മൾ ഇതുപോലെ കീറിയെടുത്ത്. എന്നിട്ട് ഞാനിത് ഇവിടെ ഞാൻ പണിയുന്നിടത്ത് കൊണ്ടുപോയി കേട്ടോ ഉണക്കിയത്. അതാകുമ്പോൾ അവിടെ നല്ല വെയിലാണ്. കറക്റ്റ് 3 ദിവസം കൊണ്ടപ്പോഴേക്കും നല്ല ഉണങ്ങി നല്ല സെറ്റായിട്ട് കിട്ടി. അപ്പം ഇത് എല്ലാം കൂടെ വാരി കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഉണക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതണ്ട നല്ലെണ്ണയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ലെണ്ണ, അതിലോട്ട് കടുകും പൊട്ടിച്ച് ഇത്തിരി ഉള്ളി അരിഞ്ഞിട്ടിട്ട് കറിവേപ്പില ഇട്ട് അതെടുത്തു. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നുള്ള കാര്യം ചിറ്റയ്ക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ചിറ്റയാണെങ്കിൽ നേരത്തെ വന്ന് ഇത് തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് എണ്ണ ഒഴിക്കുന്നതും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് മാത്രമേ ഉള്ളൂ, 2 സാധനം മിസ്സായുള്ളൂ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആയി. ഇനിയിപ്പോൾ ഇത് മൂത്ത് വരണം. അത് മൂത്ത് വരുന്നിടം വരെ ഇളക്കി അവനെ സെറ്റപ്പാക്കി എടുക്കണം. അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ലെണ്ണ കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ലെണ്ണ എടുക്കുന്നു. നല്ല വിലയാണ് കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും കുഴപ്പമില്ല, ചാനലിന് വേണ്ടിയല്ലേ, കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇത് മൊത്തം കണ്ട ഇങ്ങനെ. ഇനി അതിനകത്തോട്ട് മുളക് പൊടി നമ്മൾ സാധാ മുളക് പൊടി ഇടുന്നുണ്ട്, കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. അതായത് ഒരു ചെറിയ എരിവിന് വേണ്ടി സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടി. നല്ല കളറായിരിക്കും ഇട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു ബ്ലാക്ക് കൂടിയൊരു കളറായിരിക്കും ശരിക്കും വരുന്നത്. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ടേസ്റ്റും സൂപ്പറായിരിക്കും. നോക്കാം, ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാമല്ലോ. കണ്ട ഇതാട്ടോ നമ്മൾ ഉണങ്ങിയെടുത്ത സാധനം. അത്രയും ഒരു ചാക്ക് സാധനം കൊണ്ടുപോയിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു കുഞ്ഞു കൂടിനകത്തുള്ള സാധനം ഉള്ളൂ. അത് പിന്നെ അത് ഞങ്ങൾ മൊത്തം
മൊത്തം ഇട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടോ ഇത്രയേ ഉള്ളൂ കൂടിനകത്ത്. ആ കൂടിനകത്തുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാണുമ്പോൾ ഭയങ്കര ഒരു ഇതൊക്കെ, പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ ഒട്ടുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അത് മൊത്തം കുടഞ്ഞിട്ട് എന്താ ഇത്ര സാധനം ഉള്ളൂ, ഒരു ഉരുളിക്കകത്തുള്ള സാധനം ഉള്ളൂ. കണ്ട എങ്ങനെയുണ്ടല്ലേ കളർ മാറിയത് കണ്ട അതിൻ്റെ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കണ്ട വെളുത്തുള്ളി കിടക്കുന്ന കിടപ്പ് കണ്ട. ആഹാ എന്നാ രസമല്ലേ. വേറെ നമ്മൾ ഇതിനകത്തോട്ട് ഇത് കൂട്ടൊന്നും ഇടുന്നില്ല കേട്ടാ. ഇതിപ്പോൾ കായമാണ് ഇടുന്നത്. കായപ്പൊടി, വിനാഗിരി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഉലുവ മസ്റ്റാട്ടോ. ഉലുവയും കായവും മസ്റ്റാട്ടോ. രണ്ടും ഉണ്ടെങ്കിൽ ടേസ്റ്റ് വേറെ ലെവലാണ്. എന്നിട്ട് ഇത് കുണുകുണ ഇറക്കുന്നത്. അപ്പോൾ ഞാനാണ് വീഡിയോ പിടിക്കുന്നത്, ചേട്ടായി സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാനാണ് വീഡിയോ പിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല, ചിറ്റയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇത് കുണുകുണ ഇളക്കി കൊടുത്തു. ഞാൻ എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്കർ അടിച്ചെടുത്തായിരുന്നേ, വേറെ ഒന്നുമില്ല കേട്ടോ. സ്റ്റിക്കർ അല്ലാതെ നമുക്ക് മറ്റേ സ്റ്റിക്കർ വെക്കാൻ പറ്റില്ല. കണ്ട മൊത്തം ഞാൻ ടിന്നകത്താക്കി വെച്ച്. ഈ ടിന്നകത്താക്കി വെച്ച സാധനങ്ങൾ ഓരോ സ്റ്റിക്കർ വീതം പൊളിച്ചെടുക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൻ്റെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു വൈറ്റ് ഇത് കൂട്ട് എഴുതിയിട്ടുണ്ട്, അച്ചാറിൻ്റെ പേര് എഴുതാൻ വേണ്ടി. അത് ഞാനിങ്ങനെ ഒട്ടിച്ച് അണ്ണാ ചിരിച്ചിരിക്കുക. എന്നിട്ട് അതെല്ലാം ഒട്ടിച്ച് അവത്തരെല്ലാം ഇരുമ്പിക്കാച്ചാറെന്ന് എഴുതി വില എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇരുമ്പിക്ക അച്ചാർ മലയാളത്തിലാണേ. എന്നിട്ട് വിലയൊക്കെ എഴുതി നമ്മൾ ഈ സാധനം ഫുള്ള് അതിനകത്തോട്ട് അട്ടിക്ക് കൊണ്ടുപോകുക. ആ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ അച്ചാറിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒട്ടുമിക്ക ആൾക്കാരോടും പറഞ്ഞായിരുന്നു ഇങ്ങനെ അച്ചാറിടാൻ പോവാണ്. അപ്പോൾ ആൾക്കാർ അഭ്യർത്ഥനയെ മാനിച്ച് നമ്മളിത് വിൽക്കാൻ തീരുമാനിച്ചു. ഇത്ര കുപ്പി കിട്ടിയതിൻ്റെ പേരില്ല കേട്ടോ. ഒരു 18 കുപ്പിയെടുത്ത് കിട്ടിയായിരുന്നു. ഇത് മൊത്തമില്ല എൻ്റെ കയ്യിൽ. ഞാൻ ആദ്യമേ കൊണ്ടുവന്ന ഒരു 12 കുപ്പി അടുത്ത് ഞാൻ കൊണ്ടുവന്നുള്ളൂ. അതിനുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. 12 അല്ല, 12 കുപ്പി 13 കുപ്പി മാക്സിമം മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടാമത് പോയിട്ടാണ് ബാക്കി കുപ്പി മേടിക്കുന്നതും എടുക്കുന്നതൊക്കെ. അപ്പോൾ എന്തേലും സാധനം ഉണ്ടാകും, എന്തേലും കുപ്പിക്കകത്ത് കൊള്ളും നമുക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ. എന്നിട്ട് ഞാനിതേ മൊത്തം ആടിക്ക് പിറക്കി എല്ലാം എടുത്ത് സെറ്റപ്പ് ചെയ്ത്, എന്നിട്ടിത് ബോക്സ് അടയ്ക്കുന്ന രീതിയാണ് മറന്നുപോയത്. എന്നാലും കുഴപ്പമില്ല, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടായി പറഞ്ഞത് കൂട്ടെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടച്ച്. എന്നിട്ട് ഫസ്റ്റ് ബോട്ടിൽ അമ്മയുടെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മയുടെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ അച്ഛൻ പൈസ എനിക്ക് തന്നു. അപ്പോൾ ആ പൈസയും മേടിച്ച് സന്തോഷം. 500ൻ്റെ ഒറ്റ നോട്ട്. വളരെ സന്തോഷം. ഇതിന് ബാക്കി ഞാൻ കൊടുക്കും. കണ്ടാ, ഇതാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊട്ടു കൊടുക്കുക, ലൈക്ക് ചെയ്യുക.